ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. മുരിങ്ങയില, നല്ല നാടൻ മുരിങ്ങയില. നമുക്കറിയാമല്ലോ, ഇതൊക്കെ എല്ലായിടത്തും കിളിക്കുന്ന ഒരു ഐറ്റമാണ് അല്ലേ? പക്ഷേ വേണ്ട വിധത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയം. ഏതായാലും ശരി, ഈ നാടൻ മുരിങ്ങയിലയും കുറച്ച് മുതിരയും കൊണ്ട് നല്ല അടിപൊളി ഒരു തോരനാണ് ഇന്ന് ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം അല്ലേ? അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യത്തെ കടമ്പെന്ന് പറഞ്ഞാൽ ഈ മുതിര വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. 250 ഗ്രാം അളവിലാണ് നമ്മൾ മുതിര എടുത്തിരിക്കുന്നത്. അത് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. മുതിര എന്നൊക്കെ പറയുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പണ്ടുള്ളവർ പറയും നല്ല ആരോഗ്യം കിട്ടണമെങ്കിൽ മുതിരയൊക്കെ കഴിച്ചാൽ മതിയെന്ന് പറയും. ഇപ്പോൾ എനിക്കറിയത്തില്ല, പണ്ടത്തെ ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരല്പം ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ വെള്ളം മുകളിൽ നിൽക്കത്തക്ക രീതി വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് നേരെ അടുപ്പത്തോട്ട് വെക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു പക്ഷേ മുതിര വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇപ്പം വറക്കണ കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഇത് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കടമ്പ. അപ്പോൾ ഇത് വേകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല വേവുള്ളതല്ലേ മുതിരയ്ക്ക്. ഏകദേശം ഒരു 4-5 വിസിൽ അടിച്ചിട്ട് വേണം അത് റെഡിയാക്കാനായിട്ട്. അത്ര സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം അത് വെന്തോയിട്ടുള്ളൂ. കുക്കർ വിസിലടിക്കാൻ ഏതായാലും താമസമുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമുള്ള മുരിങ്ങയില ഒന്നിരിക്കട്ടെ. ഞങ്ങളുടെ വീട്ടിൽ മുരിങ്ങയിലയൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയി രാവിലെ പോയി പറിച്ചുകൊണ്ട് വന്നതാണ്. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഊരിയെടുക്കും. മുരിങ്ങയില ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളൊരു വൈറ്റമിൻ എ എന്ന് പറയുന്ന സാധനമുണ്ട്. അതിൻ്റെ ഒരു കലവറ എന്നാണ് പറയുന്നത് മുരിങ്ങയില. പച്ചത്തേങ്ങയൊക്കെ അരച്ചിട്ട് കറി പോകും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് ഊരിയെടുക്കട്ടെ. അഞ്ച് വിസിലടിച്ചിട്ടുണ്ട്. കാര്യം എന്നാന്ന് പറയുക, ഇത് വെന്ത ഒരു മണം നമുക്ക് അനുഭവപ്പെടും. ആ സമയത്ത് തന്നെ ഇതങ്ങ് നിർത്തിയേക്കും. അവിടെ ഇരിക്കട്ടെ. മുരിങ്ങയില നമ്മൾ ആവശ്യത്തിന് എടുക്കാമെന്നുള്ളൂ. കാര്യം നല്ലപോലെ ചൂടടിക്കുമ്പോൾ ഇത് ഒട്ടും കാണത്തില്ല, അതെ അങ്ങ് അവിഞ്ഞു പോകും. അതുകൊണ്ട് മുരിങ്ങയില ഇച്ചിരി കൂടുതൽ എടുത്താലും നല്ലതാണ്. കാര്യം എന്താ വെച്ചാൽ പറമ്പിലൊക്കെ കിളുക്കുന്നതല്ലേ, പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ചുമ്മാ കിളുക്കുന്നതാണ്. ഇപ്പം നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് തേങ്ങ അരച്ച് കറിയും വെക്കാം. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരട്ടെ. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മുരിങ്ങയിലയൊക്കെ എടുത്തിട്ടുണ്ട്, നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിരിക്കട്ടെ. ഇനി നമുക്ക് ഒരു മുറി തേങ്ങാപ്പീരയാണ്. എന്നും മിക്സിക്കകത്തല്ലേ അരയ്ക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തൊന്ന് അരച്ച് നോക്കട്ടെ. അരയ്ക്കാനല്ല, ഒന്ന് കറക്കി എടുത്താൽ മതി. ഇതേ ഒരു 3-4 പച്ചമുളക് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഒരു 5 വെളുത്തുള്ളി അതുകൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ അളവിൽ അതുകൂടി ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, അതിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് കറക്കി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ആദ്യം. രാവിലെ ഏട്ടാ ഇവിടെ കറണ്ടില്ല, അപ്പം പിന്നെ ഇങ്ങനൊരു സൗകര്യമുള്ളതുകൊണ്ട് നോക്കട്ടെ. ഇപ്പോൾ കറക്റ്റ് പരുവത്തിലുള്ളത് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ അടുപ്പ് ഒന്നര കത്തിച്ചിട്ടുണ്ട്. ഇനി തോരൻ റെഡിയാക്കാം. ഇതേപോലെ ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായ ശേഷം നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 3-4 വറ്റൽമുളക്. പിന്നെ നമുക്ക് വേണ്ടത് വലുത് നോക്കി ഒരു സവോള ചെറുതാണ് 2 എടുക്കുക. ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ സവോളയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇച്ചിരി കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി സവോള ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് ചുമക്കൊന്നും വേണ്ട. ഇപ്പോഴത്തെ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് ഈ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഇപ്പം നമ്മൾ ഈ അരപ്പൊന്ന് ചൂടാക്കും. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഇതിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബന്ധ് കുഴയല്ലേ,
എന്നിട്ട് ഈ ഒരു രീതിക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. ഇത് വെന്തിട്ടുണ്ട്. കാരണം ഇത് ഒത്തിരി ബന്ധം കുഴച്ച് പോയി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് ഈ ഒരു രീതിക്ക് വേണം അത് നമുക്ക് വിസിലടിപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നേരെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുടഞ്ഞു ആ വെള്ളമുണ്ട്, ആ വെള്ളവും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടു. ഇനി ഒന്ന് ഇളക്കി മുതിര നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പൊക്കെ ഇട്ടാണ് വേവിച്ച്. പോരാഴിക ഉണ്ടെങ്കിൽ തന്നെ പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്കിത് ഈ മുരിങ്ങയില അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നേരത്തെ പറഞ്ഞാൽ മുതിരയ്ക്ക് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഈ മുരിങ്ങയില വേണ്ടേ, അതിനൂടെ ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനിയും വേണ്ടത് നല്ലപോലെ ഇളക്കിയെടുക്കുക എന്നുള്ളത്. മുരിങ്ങയില ഇത്രയും കിടക്കുന്നതാണ്. അപ്പോൾ ഇത്രയും മുരിങ്ങയില ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ഒതുങ്ങും. ഞാനൊന്ന് അടച്ചു വെക്കുകയാണ്. തീ കൂട്ടി കൊടുക്കണ്ട, ഒരു 2-3 മിനിറ്റ് മാത്രം അടുപ്പത്തിരിക്കുക ചെറിയ തീയിൽ. കാരണം നമുക്കറിയാമല്ലോ നല്ലൊരു ചൂട് കൊള്ളുമ്പോഴേ മുരിങ്ങയില അങ്ങ് ഊതും. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഒരു 3 മിനിറ്റെങ്കിലും ആയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഇതേപോലെ നല്ലപോലെ ആവി ഒന്ന് കയറുക എന്നുള്ളതാണ്. മുരിങ്ങയിലൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ഇളക്കി കൊടുക്കാം. മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഒരല്പം പോലും വെള്ളമില്ല. നല്ല ടേസ്റ്റി കൊതിപ്പിക്കുന്ന ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ മുതിരയുടെ ഒരുപാട് ഗുണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ അതിൻ്റെയൊക്കെ ഗുണം എന്നാണ്. അതുപോലെ മുരിങ്ങയിലയുടെ ഗുണം എന്താ, പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ണിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് മുരിങ്ങയില. നമുക്കൊരു 2 മിനിറ്റ് തുറന്ന് വെക്കാം. കാര്യം ഇതിനകത്ത് വെള്ളമയം ഉണ്ടെങ്കിൽ ഒന്ന് മാറാനായിട്ട് വേണ്ടി മാത്രം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്തത് നിർത്താം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇങ്ങനത്തെ ഒക്കെ ഐറ്റങ്ങൾ കേട്ടോ. അടുപ്പം നിർത്തിയതിന് ശേഷം താട്ട് വെക്കാം. മുതിരയും മുരിങ്ങയിലയും അല്ലേ, രണ്ടും നല്ല വെടിക്കെട്ട് ഐറ്റമാണ്. തീർച്ചയായിട്ടും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണിത്. ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല കൊതിപ്പിക്കുന്ന ഒരു തോരൻ തന്നെയാണ്. പ്രത്യേകിച്ച് മുരിങ്ങയില എന്ന് പറയുന്ന ഐറ്റം ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ കിളുക്കുന്നതാണ്. വലിയ ചിലവില്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് ഒരു നാടൻ രീതിയിലുള്ള ഒരു തോരൻ ചെയ്ത് നോക്ക്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.